ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നാളത്തെ സുഗമ ഹിന്ദി പരീക്ഷയുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 6ാം ക്ലാസ്സിലെ സുഗമ ഹിന്ദി പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഈ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഗമ ഹിന്ദി പരീക്ഷ എഴുതുന്നത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമ്മൾ സാധാരണ എക്സാം പോലെ ഫസ്റ്റ് ടൈമും സെക്കൻഡ് ടൈം എക്സാം ഒക്കെ എഴുതിയ മാതിരി അതേ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് നമുക്ക് സുഗമ ഹിന്ദി പരീക്ഷയ്ക്ക് ഉണ്ടാകുക. അപ്പോൾ നമ്മൾ ആദ്യം മുതലുള്ള ചാപ്റ്ററൊക്കെ റിവൈസ് ചെയ്യുക. ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്, പ്രത്യേകിച്ച് നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം. ആക്ടിവിറ്റി നോക്കൂ. ബാൽഗീതാണ് ഒരു കവിതയാണ്. सूरज को किरणें आती है, सारी कलियां खिल जाती है, अंधकार सब खो जाता है, सब जग सुंदर हो जाता है, चिड़िया गाती है मिलजुल कर, बहते हैं उनके मीठे स्वर, डंडी डंडी हवा सुहानी चलती है जैसी मस्तानी. അപ്പോൾ ഇവിടെ ഒരു കവിതയാണ് കൊടുത്തിരിക്കുന്നത്. കവിതയിലെ പ്രയാസപ്പെട്ട വാക്കുകളുടെ അർത്ഥം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സൂരജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം സൂര്യനാണ്. പിന്നെ കലിയാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊട്ടാണ്. അന്ധകാർ ഇരുട്ട്. മിൽജുൽക്കർ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച്. സുഹാനി എന്ന് പറഞ്ഞാൽ പ്രസന്നമായ. മസ്താനി സുഖമുള്ള. അപ്പോൾ എന്തെല്ലാമാണ് എന്ന് ചോദ്യങ്ങൾ എന്ന് നോക്കാം. അന്ധകാർ കബ് ദൂർ ഹോ ജാത്ത ഹേ. ഇവിടെ അന്ധകാർ കബ് ദൂർ ഹോ ജാത്ത ഹേ, സൂരജ് കോ കിരണി ഹാത്തി ഹേ എന്ന് ഇവിടെ തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഇവിടെ 2 ഓപ്ഷൻ തന്നിട്ടുണ്ട്. സൂരജ് നിക്കൽനെ പർ, ചാന്ദ് നിക്കൽനെ പർ. അപ്പോൾ നമുക്കറിയാം സൂരജ് നിക്കൽനെ പർ ആണ്. ഇവിടെ ചാന്ദിൻ്റെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. അപ്പോൾ സൂരജ് നിക്കൽനെ പർ. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. സൂരജ് കി നിക്കൽനെ പർ സബ് ജഗ് കൈസെ ഹോത്താ ഹേ. അപ്പോൾ സൂര്യൻ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ഥലവും എന്തുപോലെ ആകുന്നു എന്ന് അതിൻ്റെ ഓപ്ഷൻസ് 2 കൊടുത്തിട്ടുണ്ട്. അന്ധകാർ സുന്ദർ. അപ്പോൾ എന്താണ്? അന്ധകാർ സബ് ഖോജാത്തെ ഹേ എന്നുണ്ട്. അപ്പോൾ നമുക്ക് അന്ധകാർ എന്ന് എഴുതാം. ഇനി സൂരജ് കെ നിക്കൽനെ പർ കൈസി ഹവ ചൽത്തി ഹേ, അതും ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ. ഡണ്ടി ഡണ്ടി പ്യാരി പ്യാരി എന്നുണ്ട്. അപ്പോൾ ഡണ്ടി ഡണ്ടി ഹവ സുഹാനി എന്ന് നമുക്ക് ആ വരികളിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഡണ്ടി ഡണ്ടി. ഇനി അടുത്തത് സഹി പ്രസ്താവനയാണ്. അതിലേതാണ് ശരിയായ പ്രസ്താവന എന്ന് നമ്മൾ തിരഞ്ഞെടുത്ത് എഴുതണം. 2 തന്നിട്ടുണ്ട്. സൂരജ് കെ കിരണ ആനെ പർ മിൽജുൽ कर मीठे स्वर में चिड़िया गाती है, सूरज की किरणों के आने पर लड़की मीठे स्वर में ഗാത്തി ഹെ. അപ്പോൾ ഇവിടെ ആരാണ് മധുരമായ ശബ്ദത്തിൽ പാടുന്നത്? ഇവിടെ തന്നിട്ടുണ്ടല്ലോ ചിടിയ ഗാത്തി ഹെ എന്നല്ലേ. ചിടിയ ആണ് പാടുന്നത്, ലടുക്കിയല്ല. അപ്പോൾ ഫസ്റ്റ് 1 ശരിയായ ഉത്തരം. അപ്പോൾ നമുക്ക് ചോദ്യത്തിൻ്റെ ഉത്തരമൊക്കെ ഈ ഒരു ഭാഗത്തിൽ തന്നെ ഉണ്ടാവും, ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ നല്ലവണ്ണം വായിക്കുക. ഓക്കെ. ഇനി അടുത്ത ബാലഗീതയ്ക്ക് ലിയെ ഉചിത് ശീർഷക് ദേ, നല്ലൊരു ടൈറ്റിൽ കൊടുക്കാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടൈറ്റിൽ നമുക്ക് എന്ത് എഴുതാം? സൂരജ് കെ കിരൺ എന്ന് എഴുതാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടൈറ്റിൽ എഴുതുക. ഇഷ്ടപ്പെട്ട ടൈറ്റിലല്ല, പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടൈറ്റിൽ എഴുതുക. അപ്പോൾ സൂരജ് നമുക്ക് അടുത്തൊരു ചോദ്യമാണ്. ഓക്കെ. ഇത് ഈവൻസ് ഒക്കെ തെറ്റിച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അത് ശരിയായിട്ട് എഴുതണം. ദോബായി എന്നുള്ള പാഠഭാഗത്ത് നിന്നുള്ളതാണ്. അപ്പോൾ അത് ക്രമത്തിൽ എഴുതാനാണ് രണ്ടാമത്തെ ആക്ടിവിറ്റി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഏക് ബാർ ഉൻകെ ഖേത് മേ ഗേഹൂ കി ഫസൽ പക്കർ തയ്യാർ ഹോ ഗയി തി, ദോ ബായ് തേ ബഡേ കെ ഷാദി ഹോ ഗയി. 2 സഹോദരന്മാരുണ്ടായിരുന്നു. ആദ്യത്തെ ആളുടെ മൂത്ത സഹോദരൻ്റെ കല്യാണം കഴിഞ്ഞിരുന്നു. ദോനോനെ മിൽക്കർ ഫസൽ കാട്ടി ഓർ ഗേഹൂ തയ്യാർ. എല്ലാവരും दोनों भाई सोचा खेती करते थे, इसके बाद दोनों के आधा आधा गेहूँ बैठ लिया. അപ്പോൾ നമ്മൾ ബാട്ട് ലിയ. അപ്പോൾ നമുക്ക് ഇത് ക്രമത്തിൽ എഴുതാം. ദോ ഭായ് തെ, दोनों भाई साझा खेती करती थी, बड़ी की शादी हो गई थी, एक बार उनके खेत में गेहूं की फसल पककर तैयार हो गई थी, दोनों ने मिलकर फसल काटी और गेहूं तैयार किया, इसके बाद दोनों ने आधा आधा गेहूं बांट लिया. അപ്പം നമുക്ക് ആ സ്റ്റോറി വായിച്ചാൽ അറിയാമല്ലോ, അവിടുത്തെ അതിലെ സംഭവങ്ങളൊക്കെ നമുക്കറിയാം. ഓക്കെ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നന്ന ഉല്ലും അമ്മ ഉല്ലും എന്ന പാഠഭാഗത്തിലുള്ളതാണ്. जो भी उसने अम्मा से सीखा उसके बारे में सोचता रहता. जैसे ही सूरज निकला नन्ना उल्लू अम्मा की ओर मुड़ा और बोला, मैं तुमसे प्यार करता हूँ अम्मा. कितना? अम्मा ने पूछा. बहुत, नन्ना उल्लू बोला. नन्ना उल्लू ने एक पल सोचा और अम्मा के गले लग गया. आसमान जितना ऊंचा है और समुद्र जितना गहरा.
അപ്പോൾ ഇത് നമ്മൾ ആ പാഠഭാഗത്തു നിന്നുള്ളൊരു ചെറിയ ഭാഗമാണ്. അമ്മ ഉല്ലു എന്നോട് ചോദിക്കുമേ തുംസെ പ്യാ കർത്താ ഹൂ, അമ്മ എന്ന് പറയാണ് ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന്. അപ്പോൾ അമ്മ ചോദിക്കുകയാണ് കിത്തിന, എത്ര? അപ്പം പറയും ബഹുത്ത്, വളരെയധികം. അപ്പം നന്ന ഉല്ലുവിന് ഏക്ക് പൽ സോച്ച, ഒരു നിമിഷം സോച്ച, ചിന്തിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്നിട്ട് അമ്മയെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ആസ്മാൻ ജിന ജിത്തിന ഊഞ്ചാ ഹെ ഓർ സമുദ്ര ജിത്തിന ഗഹര ഹെ. ആകാശം എത്ര ഉയരത്തിലാണോ സമുദ്രം എത്ര ആഴത്തിലാണ് അത്രയും ഞാൻ അമ്മയെ സ്നേഹിക്കുന്നു എന്ന് പറയാണ്. അപ്പം നന്ന ഉല്ലു, അമ്മ ഉല്ലു, അത് നമ്മൾ ഇവിടെയുള്ള ആ ഒരു ബാത്ചീത്ത് കോൺവേഴ്സേഷൻ നമ്മളിങ്ങോട്ട് എഴുതുക. നന്ന ഉല്ലു പറഞ്ഞ എന്താണ്, അമ്മ മേ തുംസെ പ്യാർ കർത്താ ഹൂം, അത് ഇവിടെ തന്നെ തന്നിട്ടുണ്ട്. മേ തുംസെ പ്യാർ കർത്താ ഹൂം അമ്മ എന്ന് നന്ന ഉല്ലു പറയാണ്. അപ്പോൾ അമ്മ ഉല്ലു ചോദിക്കുന്നത് എന്താണ്, കിത്തിനാന്ന് ചോദിക്കും. അപ്പോൾ നന്ന ഉല്ലു പറയും എന്ത്, ബഹുത്ത് എന്ന് പറയും. അപ്പോൾ പറയും പിന്നെയും ചോദിക്കുകയാണ് എന്താണ്, കിത്തിന ബഹുത്ത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആസ്മാൻ ജിത്തിന ഊഞ്ച ഓർ സമുദ്ര ജിത്തിന ഗഹര. അപ്പോൾ അമ്മ ഉല്ലു പറയും മേ ബി തുംസെ ഉത്തിന ഹി പ്യാർ കർത്തി ഹൂം. വളരെ എളുപ്പമാണ്, ക്വസ്റ്റ്യനിൽ നോക്കിയിട്ട് നമ്മൾ എഴുതിയാൽ മതി. ഇനി അടുത്തൊരു പിക്ചർ ഡിസ്ക്രിപ്ഷനാണ്. ഒരു പിക്ചർ തന്നിട്ടുണ്ടല്ലേ, ചിത്ര ദേക്കർ പ്രശ്നമൊക്കെ ഉത്തർലിക്കുകയും ചിത്രയ്ക്ക് ലിയ ഉചിത് ശീർഷക് ദേ. അപ്പോൾ ഈ ഒരു പ്രകൃതി സുന്ദരമായിട്ടുള്ളൊരു ചിത്രമാണ്, ഇതിനൊരു ശീർഷകം കൊടുക്കണം, ഒരു ടൈറ്റിൽ കൊടുക്കണം. ചിത്രയ്ക്ക് ആധാർ പർ വിവരം ലിഖെ കം സെ കം 4 വാക്യം. അപ്പം ഒരു ചുരുങ്ങിയത് 4 വാചകങ്ങളും ഉണ്ടാകണം, ഒരു ടൈറ്റിലും കൊടുക്കണം. ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് 5 മാർക്കിൻ്റേതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് മാർക്ക്. അപ്പോൾ നമുക്ക് എന്താണ്, ഇവിടെ ഒരു നദി ഒഴുകുന്നുണ്ട്, നദിയുടെ തീരത്തൊരു ചെറിയൊരു ഗറുണ്ട്, പിന്നെ ഒരു വലിയൊരു പേടുണ്ട്, സൂരജ് ഉണ്ട്, പിന്നെ പഹാഡ്, പർവ്വതങ്ങളെ നമ്മൾ പറയുന്നതാണ് പഹാഡ്. ഇതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്കൊരു വിവരണം എഴുതാം. ഏക്ക് സുന്ദർ നദിക്ക് കിനാരെ ഏക്ക് ചോട്ടാസ ഗർ ബനാ ഹുവാ ഹെ, घर के आसपास ഹരേ ഭരേ പേട് കടേ ഹെ. അപ്പം വീട്ടിൻ്റെ അടുത്ത് എന്തുണ്ട്, വീട്ടിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു പേടുണ്ട്, ഒരു മരമുണ്ട്. സൂരജ് കി കിരണവും പേടവും കെ പത്തോ പർ പട് രഹി ഹെ. അപ്പോൾ സൂര്യകിരണങ്ങൾ ആ മരത്തിൻ്റെ ഇലകൾ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. നദിക്ക് പാനി ശാന്ത് ഓർ സ്വച്ഛ് ഹെ. അപ്പോൾ നദിയിലൂടെ വെള്ളം ഒഴുകുകയാണ്, അത് ശാന്തവും സുന്ദരവുമാണ്. घर के पीछे एक बड़ा पेड़ खड़ा है जिसकी शाखाएं नदी के ऊपर तक जा रही है. यह दृश्य बहुत ही शांत और सुंदर है. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം. പിന്നെ നമുക്ക് അതിനൊരു നല്ലൊരു ടൈറ്റിൽ കൊടുക്കാം. എന്താണ്, പ്രകൃതിക്ക് സുന്ദരത എന്ന ടൈറ്റിൽ കൊടുക്കാം. ഇനി നമുക്ക് അടുത്തൊരു കവിതയാണ്. ആ കവിത വായിച്ചിട്ട് ഉത്തരം എഴുതാനാണ്. ദേശ് ഹമാര ചമക്കെ ജയ്സെ ജഗ്മഗ് താര, ദേശ് ഹമാര സത്യഹിംസ കാ രഖ്വാര, ദേശ് ഹമാര ബലിദാനോനെ ഉസി സവാര. സഹി പ്രസ്താവ് ചുൻകർ ലിഖെ. ഇവിടെ ഭാരത് സത്യ ഓർ അഹിംസ കാ രഖ്വാര ഹെ, ഭാരത് സത്യ ഓർ അഹിംസ കാ രഖ്വാര നഹി ഹെ. അപ്പോൾ ഇതിൽ ശരിയായ ഉത്തരം എന്താണ്, ആ സത്യത്തിൻ്റെയും അഹിംസയുടെയും കാവൽക്കാരനാണ്. അത് ഭാരത് സത്യ ഓർ അഹിംസ കാ രഖ്വാര ഹെ, ഇതാണ് ശരിയായ പ്രസ്താവന. ഇനി ഏക്ക് നാര എന്ന് പറഞ്ഞാൽ സ്ലോഗൻ കവിതാംശസ് ലിഖിയ. അപ്പോൾ ഇതിൽ നിന്ന് ഒരു നാര നമ്മൾ സ്ലോഗൻ എടുത്തെഴുതണം. പിന്നെ ഒരു പോസ്റ്ററും നമ്മൾ തയ്യാറാക്കണം. അപ്പോൾ നമുക്ക് എന്താ ഒരു നാര എഴുതാം, സത്യഹിംസ ഓർ ബലിദാൻ സെ സശക്ത് ഭാരത് എന്ന് എഴുതാം. ഇനി സ്വാതന്ത്ര്യ ദിവസത്തിൻ്റെ ഒരു പോസ്റ്റർ നമുക്ക് തയ്യാറാക്കാം. നോക്കൂ, പോസ്റ്റർ നമുക്ക് ഇങ്ങനെ സാരേ ജഹാം സജ്ജ ഹിന്ദുസ്ഥാൻ ഹമാര സ്വതന്ത്രത ദിവസ് കി ഹാർദിക് ശുഭകാമനായം. എന്നിട്ട് നമ്മുടെ പതാകയുടെ ചിത്രം വരയ്ക്കുക, ഒക്കെ നല്ല കളർഫുൾ ആക്കുക. സ്വതന്ത്രത ദിവസത്തിൻ്റെ പോസ്റ്റർ വന്നിട്ടുണ്ട്, നമുക്ക് അങ്ങനെ എഴുതാം. നമുക്ക് പോസ്റ്ററിൻ്റെ ഹെഡിങ് ആയിട്ട് എന്ത് കൊടുക്കാം, ആസാദ് കി ലഡായി മേ ബലിദാനി. അപ്പോൾ ചിത്രത്തിൽ നമുക്ക് തിരങ്ക, ജണ്ട, സ്വതന്ത്ര സേനാനിയൊക്കെ ചിത്രം, നമുക്ക് മഹാത്മാഗാന്ധിയുടെ ചിത്രം വരയ്ക്കാം. അതേപോലെ തന്നെ നമ്മുടെ പതാകയുടെ ചിത്രം വരയ്ക്കാം. പിന്നെ നമുക്കൊരു ഞാര എഴുതാം, ഒരു സ്ലോഗൻ, സത്യഹിംസ ബലിദാൻ സെ സശക്ത് ഭാരത്. അപ്പോൾ സന്ദേശം എന്തെങ്കിലും എഴുതാം. ആइए हम अपने देश की आज़ादी की लड़ाई में शहीद हुए സേനാനിയോ കോ യാദ് കരെ ഓർ ഉൻകെ ബലിദാനോ ഉൻകെ യാദ് കരെ. ഇത്രയും വലിയ സെൻറ്റൻസ് ഒന്നും വേണമെന്നില്ല, അല്ലെങ്കിൽ ഇതിൽ സൂചിപ്പിച്ച മാതിരിയുള്ള സെൻറ്റൻസും എഴുതിയാൽ മതി. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തതും വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. എല്ലാ ചോദ്യത്തിനും നമുക്കൊരു പാരാഗ്രാഫ് വരും, അതിൽ നിന്നുള്ള ചോദ്യോത്തരം തന്നെയായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്.
ഇവിടെ നോക്കൂ, ഭാരത് में बाल दिवस पहले प्रधानमंत्री पंडित जवाहरलाल नेहरू के जन्मदिन के अवसर पर मनाया जाता है। नेहरू का देहांत के पश्चात प्रतिवर्ष नवंबर को बाल दिवस मनाया जा रहा है। नेहरू को बच्चों से प्रेम और लगाव था। बच्चे उन्हें प्यार से चाचा जी करके पुकारते थे. അപ്പോൾ നമുക്ക് അറിയാം ചാച്ചാജിയെ നെഹ്റുജീനെ കുറിച്ചുള്ള ഒരു പാരഗ്രാഫാണ്. ബാൽ ദിവസ് കബ് മനായ ജാത്ത ഹെ, അതിവിടെ തന്നിട്ടുണ്ടല്ലോ 14th നവംബർ. അപ്പോൾ 14th നവംബറിന് ടിക്ക് എഴുതുക. നമ്മളിവിടെ വായിച്ചാണ്. ഓക്കെ, ഇനി ഭാരത് കെ പഹലെ പ്രധാനമന്ത്രി കോൺതെ, ആരാണ് പഹലെ പ്രധാനമന്ത്രി? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അപ്പോൾ നമുക്ക് അത് എഴുതാം. പിന്നെ ചാച്ചാജിക്ക് ദേഹാന്ത് എപ്പോഴാണ്? ദേഹാന്ത് എന്ന് പറഞ്ഞാൽ മരണം എപ്പോഴാണ്? ഇവിടെ നമ്മൾ തന്നിട്ടുണ്ടല്ലോ 1964, അത് നമ്മൾ ടിക്ക് ചെയ്യാം. ബच्चे उन्हें किस नाम से पुकारते हैं? എന്താണ്? ചാച്ചാജി. പിന്നെ ഈസ് ഖണ്ഡ് കെ ലിയെ ഉചിത് ശീർഷക് ലിഖേ. അപ്പം എന്തൊക്കെ? ഹമാരി പ്യാരി ചാച്ചാജി എന്ന് നമുക്ക് കൊടുക്കാം. ഹമാരെ പ്യാരി ചാച്ചാജി. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. कवितांश पढ़े और अनुबंध प्रश्नों को उत्तर लिखे. वर्ष आए नदी तालों में पानी लाई, पशु पक्षी सब खुशी से नाचे, सबका मन खुशी से भरे. ഓക്കെ, കവിത കേലി ഉചിത് ശീർഷക് ദേ, ഒരു നല്ല ടൈറ്റിൽ കൊടുക്കാനാണ്. അപ്പോൾ ഇത് നമ്മൾ വായിച്ചാൽ അറിയാം എന്തിനെ കുറിച്ചിട്ടാണ്? വർഷിനെ കുറിച്ചിട്ടാണല്ലോ, മഴയെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു ടൈറ്റിൽ എഴുതാം. കവിതാസി സമാനാർത്ഥ ശബ്ദ ചുൻഖലിക്ക്. ഇവിടെ ബാരിഷ് എന്ന വാക്കിന് അർത്ഥം വരുന്നത് ഏതാണെന്ന് നമ്മൾ എഴുതുക. അതേപോലെ ചിടിയ എന്ന അർത്ഥം വരുന്ന വേർഡും ഇതിലുണ്ട്. അപ്പോൾ അത് രണ്ടും നമ്മൾ എഴുതണം. ഇനി കവിതാക്ക് ആശലിക്ക്. അങ്ങനെ 3 ചോദ്യങ്ങളാണ് ഉള്ളത്. അപ്പം കവിതാക്ക് ഉചിത് ശീർഷക് നമുക്ക് എന്ത് ചെയ്താൽ വർഷയ്ക്ക് ഖുഷി എന്ന് എഴുതാം. പിന്നെ ബാരിഷ് എന്നതിൻ്റെ സമാനാർത്ഥം എന്താണ്? വർഷം എന്നാണ്. ചിടിയ എന്ന് പറഞ്ഞിട്ട് എന്താണ്? പക്ഷിയാണ്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ ഇവിടെ ഭാരത് തന്നിട്ടുണ്ട്. ഒരു പദസൂര്യനാണല്ലേ. എന്നിട്ട് ഭാരതത്തിൻ്റെ വിശേഷണങ്ങളാണ് ഇവിടെ ചുറ്റും കൊടുത്തിരിക്കുന്നത്. എന്താണ്? വിവിധത മേ ഏകത, പിന്നെ വിശാൽ ദേശ്, കൈ ഭാഷയും, അങ്ങനെ ഭാരതത്തെക്കുറിച്ചുള്ള സവിശേഷ ഗുണങ്ങളാണ് ഇവിടെ ചുറ്റും കൊടുത്തിട്ടുള്ളത്. ചോദ്യം നോക്കാം. പദസൂര്യക്ക് ആധാർ പർ ലേഖ് ലിഖേ, ലേഖ് കെ ലിയെ ഉചിത് ശീർഷക് ലിഖേ. അപ്പോൾ ഇതിന് ഒരു ഉചിതമായ ടൈറ്റിൽ കൊടുക്കണം. അതേപോലെ ഇത് വെച്ചുകൊണ്ട് നമ്മളൊരു പാരഗ്രാഫ്, ഒരു കുറിപ്പ് തയ്യാറാക്കണം. ഓക്കെ, ഭാരത് ഏക്ക് വിശാൽ ദേശ് ഹേ. നമുക്ക് എന്തറിയാം? ഭാരതം ഒരു വിശാലമായ രാജ്യമാണ്. യഹാ കൈ ഭാഷായേ ഓർ സംസ്കൃതിയാ ഹേ. ഇവിടെ ഒരുപാട് ഭാഷയുണ്ട്, അതേപോലെ ഒരുപാട് സംസ്കാരങ്ങളും ഉണ്ട്. ഹമേ ഏക് ദൂസരേക്ക് പ്രതി പ്യാർ ഓർ സമ്മാൻ രഖ്നാ ചാഹിയെ, സത്യ ഓർ അഹിംസ ഹമാരി താക്കത്ത് ഹെ. അപ്പോൾ ചെറിയൊരു ലേഖനമാണ്. ഈ ചെറിയ ലേഖനത്തിൽ ഒരു 5 സെൻറ്റൻസ് എങ്കിലും നമ്മൾ ഉൾക്കൊള്ളിക്കണം. അതേപോലെ നമ്മളോട് വേറൊരു ചോദ്യം ചോദിച്ചത് ഉചിത് ശീർഷകാണ്, ടൈറ്റിൽ കൊടുക്കാനാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? വിവിധതാമേ ഏകത എന്നുള്ള. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഒരു പാരഗ്രാഫ് തന്നിട്ട് അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. कोटपुरम गांव में अजय और विजय नामक 2 भाई रहते थे. वे प्यार से जीते थे. बड़े भाई अजय की शादी हो गई. उसके 2 बेटे थे. दोनों भाई खेती करके जीते. विजय ने सोचा भाई की शादी हो गई, उनका परिवार है, इसलिए उन्हें ज़्यादा चावल की ज़रूरत पड़ेगी. यह सोचकर उसने अपनी दर से कई टोकरी चावल लेकर बड़े भाई वाले टर में मिला दी. वह खुशी से चला गया. അപ്പോൾ നമ്മൾ പഠിച്ച പാടില്ലേ, 2 ഭായി എന്ന പാഠഭാഗത്തിലെ ഒരു അതുമായി ബന്ധപ്പെട്ടൊരു സ്റ്റോറിയാണ്. അപ്പോൾ ഇവിടെ അജയ് ഓർ വിജയ് 2 ഭായിക്കും പേര് കൊടുത്തിട്ടുണ്ട്. സെയിം മാറ്റർ അതുതന്നെയാണ്. അപ്പം നമുക്ക് ആ ചോദ്യം നോക്കാം. വിജയ്ക്ക് ഡയറി കൽപ്പന കർക്കെ ലിഖേ. അപ്പോൾ ആദ്യം വിജയിൻ്റെ ഡയറി എഴുതാനാണ്. കഹാനിക്ക് ലിയെ ഉചിത് ശീർഷക് ദേ, ടൈറ്റിൽ കൊടുക്കാം. പിന്നെ നീച്ചയ്ക്ക് നമനേക്കാൻ അന്തിം ശബ്ദവാക്യ പൂർത്തി. അപ്പോൾ ഇവിടെ ഉദാഹരണം തന്നിട്ടുണ്ട്, അതേപോലെ വാക്യങ്ങൾ പൂർത്തിയാക്കാനാണ്. ഏക്കിലെടുക്കാത്ത 2 ലടുക്കത്തെ. ഏക്കിലെടുക്കാത്ത എന്ന് പറഞ്ഞാൽ ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു. ഇവിടെ 2 ലടുക്കത്തെ എന്ന് പറയുമ്പോൾ 2 ആൺകുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്നൊരു വ്യത്യാസം നോക്കൂ.
ലടുക്ക ലടുക്കയായി താ തേ ആയി. അതേപോലെ ഏക്ക് ബച്ചാത്ത, അപ്പം നമുക്ക് എന്ത് എഴുതാം? ദോ ബച്ചേ തേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതാം. ആദ്യം നമുക്ക് വിജയിൻ്റെ ഡയറി എഴുതാം. വിജയിൻ്റെ ഡയറി എഴുതുമ്പോൾ നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ താരീഖ് എഴുതണം അല്ലേ? 13th അല്ലെങ്കിൽ മാർച്ച്, ഏതെങ്കിലും മാർച്ച് സോമവാർ എന്നങ്ങാനും നമ്മൾ ആദ്യം ഡേറ്റും തീയതിയൊക്കെ എഴുതണം. ഓക്കെ, അത് മസ്റ്റാണ്, അത് ആരും വിട്ടുപോകരുത്, അതിനാണ് മാർക്കുള്ളത്. പിന്നെ നമ്മൾ ടോപ്പിക് ചെയ്ത് ആജ് മേനെ അപ്നി ബഡേ ഭായി അജയ്ക്ക് ലിയെ കുച്ച് ഖാസ് കിയ. ഇന്ന് ഞാൻ എൻ്റെ മൂത്ത സഹോദരന് വേണ്ടി ഒരു കാര്യം ചെയ്തു. ഉനക്ക് ഷാദി ഹോ ഗയി ഹെ ഓർ ഉനക്ക് ദോ ബേटे हैं. मैंने सोचा कि उन्हें ज़्यादा चावल की ज़रूरत पड़ेगी, इसलिए मैंने अपनी टर से कई टोकरी चावल लेकर उनके टर में मिला दी. मैं खुशी से चला गया. मुझे लगता है कि भाई और उनका परिवार खुश हो गया. അപ്പോൾ അന്നത്തെ ദിവസത്തെ ഡയറിയാണ്. ഇനി ഇതിനൊരു ഉചിതമായ ശീർഷകം കൊടുക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എഴുതാം ബായ്ക്ക് മദത്ത് അല്ലെങ്കിൽ ബായ്ക്ക പ്യാർ എന്നൊക്കെ എഴുതാം. ഓക്കെ, ഇനി അടുത്തത് ഏക്ക് ലടുക്കാത്ത ദോ ലടുക്കേത്തെ, ഏക്ക് ബച്ചാത്ത ദോ ബച്ചേത്തെ. ഇനി അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് എന്താണ്? ഇത് ഈ ഗദ്യഭാഗം നമ്മൾ വായിച്ചിട്ട് ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതാനാണ്. നോക്കുക. वार्षिकी कमी के कारण अलागढ़ गांव में तालाबों और नदियों में पानी की कमी है. സമസ്ത ജീവജന്തു പരേഷാൻ ഹെ. അപ്പം വർഷിക്ക് കമ്മി എന്ന് പറഞ്ഞാൽ മഴ ഇല്ല, മഴയുടെ അഭാവം കാരണം എല്ലാവരും, താലാബ് എന്ന് പറഞ്ഞാൽ കുളം, നദി എന്ന് പറഞ്ഞാൽ അറിയാലോ നദി തന്നെ, അവിടെയൊക്കെ പാനി കമ്മി ഹെ, പാനി ഇല്ല, പാനിയുടെ ദൗർലഭ്യം അവർ നേരിടുകയാണ്. ജീവജാലോ പരേഷാൻ ഹെ. पानी के महत्व के सूचित करने वाले പോസ്റ്റർ തയ്യാർ കരെ. ഒരു പോസ്റ്റർ, പാനിക്ക് മഹത്വ ആണ് വിഷയം, ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു പോസ്റ്റർ നിങ്ങൾ തയ്യാറാക്കുക. അപ്പോൾ അതിന് നമുക്ക് പോസ്റ്റർ തയ്യാറാക്കുന്നതൊക്കെ നിങ്ങൾക്കറിയാം. ഒരു പോസ്റ്റർ, ഒരു ബോക്സ് വരയ്ക്കുക, എന്നിട്ട് പാനി ഹമാര ജീവൻ ഹെ, എന്നിട്ട് പാനിയുടെ ഒരു ഇതൊക്കെ വരയ്ക്കുക, അങ്ങനെ ടാപ്പ് വരയ്ക്കുക, അങ്ങനെ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചിത്രങ്ങൾ വരച്ചിട്ട് പിന്നെ ഒരു സന്ദേശം എഴുതണം. സന്ദേശം നമുക്ക് ഇങ്ങനെയൊക്കെ എഴുതാം. പാനി ഹമാര ജീവൻ. അടുത്ത ആക്ടിവിറ്റി നോക്കാം. നന്ന ഉല്ലു അമ്മ ഉല്ലും തമ്മിലുള്ള സംഭാഷണമാണ്. മാ മുझे कुछ बातें जानना है. क्या जानना है पूछो. മാ ആസ്മാൻ में कितने सितारे हैं. അപ്പോൾ അമ്മയും ഉല്ലും നന്ന ഉല്ലും തമ്മിലുള്ള പിന്നെ സംഭാഷണമാണ്. അപ്പോൾ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇവിടെ ചോദിക്കുകയാണ് ആസ്മാൻ മേ കിത്തിനെ സിത്താരെ ഹെം, ആകാശത്ത് എത്ര നക്ഷത്രങ്ങളുണ്ട്. അപ്പം പറയുന്നുണ്ട് ആസ്മാൻ മേ അൻഗിനത്ത് സിത്താരെ എന്ന് പറഞ്ഞാൽ എണ്ണിയാൽ തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്രയും നക്ഷത്രങ്ങളുണ്ട്. സമുദ്രമേ കിത്തിനെ ലഹരേ ഹേ, അപ്പോഴും പറയാണ് സമുദ്രമേ അൻഗിനത്ത് ലഹരേ ഹേ. ഓക്കെ, माँ मैं तुमसे प्यार करता हूँ, बेटा मैं भी तुमसे बहुत प्यार करता हूँ. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു മാതൃക തന്നിട്ടുണ്ട്. ആ മാതൃക അനുസരിച്ച് നിങ്ങൾ എഴുതാനാണ്. അനിൽ പാട് പട്നെ ലഗ, അനിത പാട് പട്നെ ലഗി. അപ്പോൾ ഇവിടെ അനിൽ എന്ന് പറയുന്നത് എന്താണ്? പുല്ലിംഗമാണ്. അനിത എന്ന് പറയുന്നത് സ്ത്രീലിംഗമാണ്. അപ്പോൾ അതിലുള്ള വ്യത്യാസം നോക്കൂ. ലാസ്റ്റ് വേർഡിൽ ലഗ ആണ് വേർഡുള്ളത്, ഇവിടെ ലഗിയാണ്. അതേപോലെ സുനിൽ ഗീത് ഗാനെ ലഗ എന്ന് പറഞ്ഞു. അപ്പം സുനിത ഗാനെ ലഗി എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. അനിൽ എന്ന് പറയുമ്പോൾ ലഗ വന്നു, അനിത എന്ന് പറയുമ്പോൾ ലഗി വന്നു, സുനിൽ എന്ന് പറയുമ്പം ലഗ വന്നു, സുനിത എന്ന് പറയുമ്പോൾ ലഗി വന്നു.